പ്രിയമുള്ളവരെ, ഈ വചനം ഈ ജപമാല രാജ്ഞിയുടെ തിരുനാളിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ജപമാലയോടനുബന്ധിച്ച് തിരുസഭ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിട്ടുള്ള വചനഭാഗമാണ്. അതുകൊണ്ട് ഈ വചനഭാഗം നമുക്ക് അല്പസമയം ഒന്ന് ധ്യാനിക്കാം. ഇവിടെ വചനം ആരംഭിക്കുന്നത് 26-ാമത്തെ വാക്യം 6-ാം മാസം എന്നാണ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ. 6-ാം മാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അത് ഈ എലിസബത്ത് ഗർഭം ധരിച്ചിട്ട് 6 മാസമായി എന്ന അർത്ഥത്തിലാണ്. അതിന്റെ അർത്ഥം ഇതാണ്: സ്നാപയോഹന്നാന് 6 മാസത്തെ മൂപ്പ് കൂടുതലുണ്ട് യേശുവിനേക്കാൾ എന്ന് സാരം. അപ്പം ഈ 6-ാം മാസമാണ്. അപ്പം ഗബ്രിയേൽ ദൂതൻ തന്നെയാണ് ഈ എലിസബത്തിന്റെ അല്ലെങ്കിൽ സഖറിയയുടെ അടുത്ത് വന്ന് ഈ കാര്യം അറിയിക്കുക. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് മറിയത്തിന്റെ അടുത്ത് ഗബ്രിയേൽ ദൂതൻ വരുന്നത് സാരം. ഈ ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ശക്തനാണ് എന്നുള്ളത്. ബൈബിളില് ഗബ്രിയേലിന്റെ കുറിച്ച് പ്രത്യേകമായ കാര്യങ്ങള് വിശേഷങ്ങളൊന്നും പറയുന്നില്ല എങ്കിലും യഹൂദ മതഗ്രന്ഥങ്ങളില് ഈ ഗബ്രിയേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുഖ്യ ദൂതന്മാരിൽ ഒരാളായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ മുഖ്യ ദൂതന്മാരിൽ ഒരാളായിട്ടാണ്. പക്ഷെ ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശമില്ല. പക്ഷെ യഹൂദ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട്. പ്രധാന മാലാഖമാരിൽ ഒരാളായിട്ടാണ്. പഴയ നിയമത്തില് ദാനിയേലിന്റെ ദർശനങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് 3 സ്ഥലത്ത് ഗബ്രിയേൽ ദൂതൻ വരുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ 2 സ്ഥലത്തെ ഗബ്രിയേൽ ദൂതനെ കാണുന്നുള്ളൂ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ സക്കറിയയുടെ അടുത്തും മറ്റൊന്ന് മറിയത്തിന്റെ അടുത്തും. ഇനി നമ്മൾ വായിക്കുകയാണ് 26-ാമത്തെ വാക്യത്തിൽ തന്നെ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ. ഗലീലി എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു വളർന്നത് ഗലീലിയിലാണ്. യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭം ഗലീലിയിലാണ്. യേശു ആദ്യ പ്രഭാഷണം നടത്തുന്ന സിനഗോഗ് ഗലീലിലാണ്. യേശുവിന്റെ ആദ്യ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നത് ഗലീലിക്കാരായ ശിഷ്യന്മാരെ. യേശുവിന്റെ ദൗത്യം ആരംഭിക്കുന്നത് ഗലീലിൽ നിന്നാണ്. ഈ യേശുവിന്റെ മറിയത്തിന്റെ ഇടപെടൽ മൂലം ആദ്യത്തെ അത്ഭുതം നടക്കുന്ന കാന ഗലീലിലാണ്. അങ്ങനെ ഗലീലിക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്ന് സാരം. ഗലീലി എന്ന് പറയുന്നത് 3 പ്രവിശ്യകളിൽ ഒന്നായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഗലീലിയിലെ നസ്രത്തിലാണ് ഈശോ ജനിക്കുക. അവിടെ നസ്രത്ത് ഗലീലിയിലെ നസ്രത്ത് എന്ന് പറയാനായിട്ടുള്ള കാരണം ഗലീലിയിൽ അല്ലാത്ത മറ്റൊരു നസ്രത്തുണ്ട്. അപ്പൊ ഈ നസ്രത്തിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഗലീലിയിലെ നസ്രത്ത് എന്ന് പറയാം. ഈ നസ്രത്ത് എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയില് നാസർ എന്ന് പറയുന്ന വാക്കിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ വന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ നസറത്ത് എന്ന വാക്കിന്റെ അർത്ഥം നിരീക്ഷിക്കുക, പരിപാലിക്കുക എന്നൊക്കെയാണ്. നിരീക്ഷിക്കുക, പരിപാലിക്കുക. ആ അർത്ഥത്തിൽ തന്നെയായിരിക്കും ക്രിസ്തുവിന്റെ ജനനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ായിട്ട് ബന്ധപ്പെട്ട ഈ മറിയം അവിടെ നസ്രത്തില് ആയിരിക്കും. മറ്റൊന്ന് ഈ നേസർ എന്ന് പറയുന്ന ധാതു, ക്രിയാധാതുവിലേക്ക് വരുമ്പോഴത്തേക്കും അത് മുളയ്ക്കുക, പിന്തുടരുക എന്നുള്ളൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പം മുളച്ചത് നസ്രത്തിലാണ്. അത് പ്രതീകാത്മകമാണ്. ഒരുപക്ഷെ മുളയ്ക്കുന്നത് നസ്രത്തിലാണ് എന്നൊരു ചിന്ത പ്രധാനപ്പെട്ടതാണ്. യേശുവിന്റെ മുള അവിടെ നിന്നാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലത്. 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന് പറയും. കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദാവീദിന്റെ വംശത്തില് ജോസഫ് മാത്രമല്ല മറിയവും ഉണ്ടായിരുന്നു. മറിയവും ജോസഫും രണ്ടുപേരും ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവരാണ്. കാരണം പഴയ നിയമത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ദാവീദിന്റെ വംശത്തിൽ നിന്നാണ് യേശു ജനിക്കുക എന്നത്. ഇനി ജോസഫ് എന്ന പേരായ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുക.
വിവാഹ നിശ്ചയം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തില് അല്ല കണക്ക് കൂട്ടേണ്ടത്. യഹൂദരുടെ സാഹചര്യത്തിൽ വേണം. അവരുടെ വിവാഹ നിശ്ചയം എന്ന് വെച്ചാല് സകല ഡേറ്റകളും എന്ന് വെച്ചാല് രേഖാമൂലമുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പിടിക്കലും മറ്റു കാര്യങ്ങളും എല്ലാം വിവാഹ നിശ്ചയത്തിലാണ് നടക്കുക. കൂടെ പാർക്കുന്നില്ല എന്ന് മാത്രം. കൂടെ പാർക്കലും വിവാഹത്തിന് ശേഷം. അപ്പൊ കൂടെ പാർക്കല് ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും കഴിയും. അതിന്റെ അർത്ഥം ഇതാണ്, ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരാള് ആ ബന്ധം വേർപിരിയണമെങ്കിൽ ഈ അപേക്ഷാപത്രം കൊടുക്കേണ്ടി വരും. നമുക്ക് അതേസമയം നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ മനസ്സമ്മതം എന്ന് പറയുന്ന സാധനം അല്ലെ ഒത്തു കല്യാണം എന്നൊക്കെ പറയുന്ന സംഭവം, അത് പിന്നെ വിവാഹം ഒഴിഞ്ഞു പോകണമെങ്കിൽ അതിന് പിന്നെ നിയമപരമായ നടപടികൾ എടുക്കണം. അതേസമയം യഹൂദരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നിയമപരമായ നടപടികൾ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അത്രയും ഉറപ്പുള്ള കേസാണ്. അപ്പൊ അതാണ് വിവാഹ നിശ്ചയം എന്ന് പറയും. ഇനി കന്യക എന്ന് പറയുന്നത്, ഈ കന്യക എന്നുള്ള പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഇവിടെ യെശയ്യായുടെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവിടെ യുവതി എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടുത്തെ ഗ്രീക്ക് വാക്ക് പാർത്തേനോസ് എന്നുള്ളത്. അതായത് അത്ര അവിടെ അൽമാഹ് എന്ന് പറയുന്ന വാക്കാണ് യുവതി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഉറപ്പുള്ള കാര്യമാണ് എന്നുള്ളതാണ്. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതേസമയം ഇവിടെ പുതിയ നിയമത്തിൽ ലൂക്കയുടെ സുവിശേഷത്തിൽ പറയുക കന്യകയാണ് എന്നുള്ളത്. ഇവിടെ കന്യകയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള ഗ്രീക്ക് വാക്ക് പാർത്തേനോസ് എന്ന് പറയുന്ന വാക്കാണ്. അപ്പൊ പഴയ നിയമത്തില് ഉള്ള ഉറപ്പിനേക്കാൾ കുറച്ചുകൂടി ആഴമുള്ള ഉറപ്പ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ് കന്യക എന്നുള്ള കാര്യത്തിലാണ് ആ ഒരു പാർത്തേനോസ് എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പൊ ഇത് തമ്മിലുള്ള അന്തരം ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അതായത് പഴയ നിയമത്തില് യുവതി എന്നുള്ള പദപ്രയോഗമാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് ഗ്രേഡ് കൂടിയ പ്രയോഗമാണ് ഇവിടെ കന്യക എന്ന് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അത് പാർത്തേനോസ് എന്ന് പറയുന്നതാണ്. സംശയമില്ലാത്ത, അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത കാര്യമാണ് കന്യകാ ജനനം എന്നുള്ളത്. ഇനി 28-ാമത്തെ വാക്യത്തിൽ പറയുകയാണെങ്കിൽ, അതായത് ദൂതൻ അവളോട് അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കർത്താവ് നിന്നോടുകൂടെ ഉണ്ടെന്നുള്ളത് ഒരു പ്രവചനമാണ്. അത് കൂടെ ഉണ്ടെന്നുള്ളത് അറിയിക്കല് അല്ലെങ്കിൽ അതൊരു ലൂക്കയുടെ സുവിശേഷത്തിലെ 3-ാമത്തെ പ്രവചനമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അത് തീർച്ചയായിട്ടും ഈ ഇതോടുകൂടി തന്നെ അത് നിവൃത്തിയാകുന്നു. ഇനി കൃപ നിറഞ്ഞവളെ എന്നാണ് ഇവിടെ വാക്ക് ഉപയോഗിക്കുക. നമ്മൾ ആ കൃപ നിറഞ്ഞവളെ എന്നുള്ള വാക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കൃപ എന്നുള്ള വാക്ക് ഇവിടെയും പൗലോസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലുമാണ് ഒരേപോലത്തെ വാക്ക് ഉപയോഗിച്ചത്. മത്തായിലും മർക്കോസിലും ഈ കൃപ എന്നുള്ള വാക്ക് കാര്യമായിട്ട് പ്രയോഗിച്ച് കാണുന്നില്ല. ഈ കൃപ നിറഞ്ഞവൾ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈ വാക്കാണ് മലാഹയുടെ ഈ ആശംസയാണ് കത്തോലിക്ക സഭ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥനയിൽ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഈ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിലും അതിലല്പം വകഭേദം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ദൂതൻ പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നുള്ള. അപ്പൊ ദൈവകൃപ നിറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും 2 തരത്തിലാണ്. ഒന്ന്, ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രം ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടാം. 2, എൻ്റെ യോഗ്യത കൊണ്ട് ദൈവം കൃപ നിറച്ചു തരാം. അപ്പൊ ഔദാര്യം കൊണ്ടും കൃപ ലഭിക്കാം, എൻ്റെ യോഗ്യത കൊണ്ടും കൃപ ലഭിക്കാം. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റുകാര് ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് പലപ്പോഴും മറിയത്തിന്റെ ക്വാളിറ്റി കൊണ്ടല്ല, മറിച്ച് ദൈവത്തിന്റെ ഔദാര്യം കൊണ്ടാണ് ദൈവകൃപ ലഭിച്ചത് എന്നൊരു ദുർവ്യാഖ്യാനം ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെങ്കിലും, എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും ഇല്ല, ചില പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെങ്കിലും വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ആ തെറ്റാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
കത്തോലിക്ക സഭയില് മറിയത്തോടുള്ള പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന വാക്ക് നന്മ നിറഞ്ഞവളെ എന്നാക്കി മാറ്റി. അതിന്റെ കാരണം ഇതാണ്: മറിയത്തിന് കൃപ ലഭിച്ചത് ദൈവത്തിന്റെ ഔദാര്യം കൊണ്ട് മാത്രമല്ല, അത് ഉണ്ട് തീർച്ചയായിട്ടും, ഒപ്പം അത് മറിയത്തിന്റെ ക്വാളിറ്റി കൊണ്ട് കൂടിയാണ്, നന്മ കൊണ്ടാണ്. അപ്പൊ മറിയത്തിന്റെ നന്മയും ദൈവത്തിന്റെ ഔദാര്യവും ചേർന്ന ഇതുകൊണ്ടാണ് ദൈവ കൃപയാൽ മറിയം നിറയപ്പെട്ടത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അത്തരത്തില് കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഈ ഒരു അഭിസംബോധന കേട്ട് കഴിഞ്ഞപ്പോൾ 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്നവൾ ചിന്തിച്ചു. ഈ അസ്വസ്ഥതയെ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഈ അസ്വസ്ഥതയെ ഇവിടെ അസ്വസ്ഥത എന്ന് POC ബൈബിളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതേസമയം ലൂക്കയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തില് സക്കറിയായ്ക്ക് ഗബ്രിയേൽ ദൂതൻ വന്നപ്പോഴും അവിടെയും സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. അപ്പം ഈ അസ്വസ്ഥതയെ കുറിച്ച് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത്. അതായത് 12-ാമത്തെ വാക്യത്തില് ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ടെറാസോ എന്ന ഗ്രീക്ക് വാക്കാണ്. ടെറാസോ എന്ന് വെച്ചാല് ഒരു പെട്ടെന്നുള്ള ഒരു ഭയം, ഒരു താൽക്കാലിക ഭയം അല്ലെങ്കിൽ ഭാഗിക ഭയം എന്ന് വേണമെങ്കിൽ പറയാം. ടെറാസോ സക്കറിയ അസ്വസ്ഥത. അതേസമയം മറിയത്തിന്റെ അസ്വസ്ഥത ഡിയാറ്റെറാസോ എന്നുള്ളതാണ്. അപ്പൊ ടെറാസോ അല്ല, ഡിയാറ്റെറാസോ എന്ന് വെച്ചാല് പരിപൂർണമായ ഭയമാണ്. ഒരു നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റാത്ത അത്ര പരിഭ്രമപ്പെട്ടു, ഭയപ്പെട്ടു, അസ്വസ്ഥപ്പെട്ടു എന്നുള്ള, മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മനുഷ്യന് നോർമൽ ആകാത്ത വിധത്തിലുള്ള പരിഭ്രമം ഉണ്ടായി എന്നുള്ളത്. അപ്പൊ ആ പരിഭ്രമത്തിന്റെ കാഠിന്യത്തെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതുണ്ട്. ആ ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇനി 31-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഗർഭം ധരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറിയത്തിന്റെ മാതൃത്വത്തെ ഉദാത്തവൽക്കരിക്കുന്ന ഒരു വാക്കാണത്. കാരണം നമുക്കറിയാം, ആധുനിക ശാസ്ത്രം അനുസരിച്ച് ഈ ഗർഭം ധരിക്കാതെ അമ്മയാകാൻ പറ്റും. ഗർഭധാരണം ഈ നടക്കുക ബീജദാനത്തിലൂടെയാണ്. ബീജവും അണ്ടവും ചേരുമ്പോഴാണ് ഗർഭധാരണം നടക്കുക. അപ്പോ സ്വീകരിക്കുമ്പോൾ, ഈ ബീജത്തെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ഗർഭം ധാരണം നടക്കും. അതേസമയം ഈ ഇന്ന് മോഡേൺ മെഡിസിൻ ഇതിനെ രണ്ടിനെയും സങ്കലനം ചെയ്തിട്ട് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന പ്രക്രിയയുണ്ട്. അത് ഗർഭധാരണം ഇല്ലാതെ ഉള്ള ഗർഭമാണ്. ഗർഭം ധരിക്കാതെ യഥാർത്ഥ ഗർഭധാരണമല്ല എന്ന് സാരം. ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പൊ ആധുനിക സ്ത്രീകള് ഗർഭം ധരിക്കാൻ മടിക്കുമ്പോഴും ശരിയായ ഗർഭധാരണം നടക്കാത്തപ്പോഴും ഈ മറിയത്തിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് ആഴമായി ധ്യാനിക്കേണ്ടതാണ്. ഗർഭം ധരിച്ച് വേണം പ്രസവിക്കാൻ എന്ന് സാരം. ഗർഭം ധരിച്ച് വേണം പ്രസവിക്കാൻ. രണ്ടാമതായിട്ട് വീണ്ടും നമ്മൾ പറയുകയാണ്, നീ ഒരു പുത്രനെ പ്രസവിക്കും. പ്രസവം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് പ്രസവം നടക്കുന്നില്ല, ഇന്ന് ജന്മം നടക്കുന്നു. ജന്മം നടക്കണം എങ്ങനെയാ? കീറി മുറിച്ചെടുക്കുക. അപ്പൊ കീറി മുറിച്ച് പുറത്തു വരുന്ന സമയം എപ്പോഴോ അത് ജനിച്ച സമയം, അല്ലെങ്കിൽ അത് ജന്മം. പ്രസവിക്കാതെ ജനിക്കുന്ന സാഹചര്യമാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് തീർച്ചയായിട്ടും ഈ അമ്മമാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. അധ്വാനിക്കേണ്ടത് അധ്വാനിച്ചും നടക്കേണ്ടത് നടന്നും എക്സർസൈസ് ചെയ്യേണ്ടത് എക്സർസൈസ് ചെയ്തും ആഹാരങ്ങളും ഭക്ഷണങ്ങളും ജീവിതക്രമങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ
സ്വാഭാവികമായ ജനനമുണ്ടാകും, പ്രസവിക്കും. ഇന്ന് പ്രസവം നടക്കുന്നില്ല. അപ്പൊ പ്രസവിക്കുന്നത് മറിയം പ്രസവിച്ചവളാണ് എന്ന് എല്ലാ അമ്മമാരും ധ്യാനിക്കണം, എല്ലാ സ്ത്രീകളും ധ്യാനിക്കണം. പ്രസവിക്കണം. പ്രസവത്തിലാണ് മാതൃത്വത്തിന്റെ ഉദാത്തമായ ഭാവത്തിന്റെ ആദ്യ സ്റ്റേജ്. ഈ ആദ്യ സ്റ്റെപ്പിൽ ചവിട്ടാതെ എടുത്തു ചാടി അമ്മയാകുന്നവരാണ് മഹാഭൂരിഭാഗം അമ്മമാരും. അപ്പം ഈ പ്രസവിച്ചവളാണ് മറിയം. ഇന്നത്തെ പല അമ്മമാരും പ്രസവിക്കാതെ അമ്മ ആയവരാണ് എന്നുള്ളത് ധ്യാന വിഷയമാക്കേണ്ടത്. ഇനി നീ അവനെ യേശു എന്ന് പേരിടണം. എന്താണ് അതിന്റെ അർത്ഥം? നീ അവനെ യേശു എന്ന് പേരിടണം. പേര് കൊടുക്കാൻ അധികാരമുള്ളവൻ അപ്പനാണ്. അപ്പൊ ഈ യേശു എന്ന പേര് ആരാ തീരുമാനിച്ചത്? ആ തീരുമാനിച്ചത് ദൈവമാണ്. കാരണം ദൈവത്തിന്റെ മകനാണ് യേശു. അപ്പൊ അതുകൊണ്ട് പേരിടാനുള്ള അവകാശം യേശുവിനാണ്. പക്ഷെ ആ പേര് വിളിക്കാനുള്ള അവകാശം അമ്മയ്ക്കാണ്. ക്ലിയർ ആവുന്നുണ്ട് ഞാൻ വിചാരിക്കും. നമുക്കറിയാം, ഈ സ്നാപക യോഹന്നാന് പേരിടൽ കർമ്മം നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന് ആ പേര് ഉച്ചരിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ അത് എഴുത്തുപലക വരുത്തി യോഹന്നാൻ സഖറിയ അത് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം ഈ പേരിടലിന്റെ പേര് നിർദ്ദേശിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ആ പിതാവിനാണ്. ആ പിതാവിന്റെ അവകാശമാണ് മറിയത്തെ മാലാഖ പരമേൽപ്പിക്കുന്നത്. യേശു എന്ന പേര് ദൈവം തീരുമാനിച്ചു, പക്ഷെ ആ പേര് വിളിക്കാനായിട്ട് അവകാശം മാതാവിന് കൊടുക്കുകയാണ്. അത് യൗസേപ്പ് പിതാവിനല്ല കൊടുത്തത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ അധികാരം, പിതൃത്വത്തിന്റെയും മാതൃത്വത്തിന്റെയും അധികാരം മറിയത്തിലേക്ക് കൊടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി യേശു എന്ന് പറയണം, അവൻ വലിയവനായി. എൻ്റെ കുടുംബത്തിലൊരു ചെറിയ തമാശ ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായി. ഒരു 2 ആഴ്ച മുമ്പ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഉണ്ടായൊരു സംഭവം. എൻ്റെ അനിയന്റെ കൊച്ച്, ഇളയ കൊച്ച്, അവള് ഈ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ കാറ്റിസം പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കാറ്റിസം പഠിപ്പിച്ച അധ്യാപിക ഈ വചനം അവളെ കൊണ്ട് പഠിപ്പിച്ചു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. അപ്പൊ അത്രയും കൊച്ചു എന്നെ പഠിപ്പിച്ചു. കൊച്ച് വീട്ടിൽ വന്നിരുന്ന് കൊച്ചിന്റെ ചിന്ത പോയത് വേറെ വഴിക്കാം. കൊച്ച ആ ചിന്ത അന്നത്തെ ദിവസം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം നേരം വെളുത്ത് തിങ്കളാഴ്ച എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ, സാധാരണ കൊച്ചുങ്ങള് രാവിലെ വിളിച്ചെഴുന്നേറ്റ് കഴിയുമ്പോൾ ഒരു ഇടത്തോട് ഒരു അസ്വസ്ഥത ഉണ്ടാവില്ല. വിളിച്ചെഴുന്നേപ്പിച്ച ദേഷ്യമൊക്കെ ഉണ്ടാവും. ആ ദേഷ്യം അവള് തുടങ്ങിയത് ഈ പ്രശ്നത്തില. തുടങ്ങിയ പ്രശ്നം ഇതാണ്: എൻ്റെ അമ്മ ശരിയല്ല. പരിശുദ്ധ മറിയം നല്ല സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ മറിയം പ്രസവിച്ചത് വലിയ യേശുവിനെയാണ്. എൻ്റെ അമ്മ ആള് ശരിയല്ലാത്തത് കൊണ്ട് എന്നെ പ്രസവിച്ചപ്പോ ഞാൻ കുഞ്ഞായിപ്പോയി. ക്ലിയർ ആയോ? അവൻ വലിയവനായിരിക്കും എന്ന് പറഞ്ഞ വചനം കൊച്ചു വ്യാഖ്യാനിച്ചതും കൊച്ചു മനസ്സിലാക്കിയതും വലിയ ആളായിട്ടാണ് ഈശോ ജനിച്ചതെന്നും, ശരീരത്തിൽ വലിയ ആളായിരുന്നു. അപ്പൊ കൊച്ച് ഇതിന് പ്രശ്നമായി കഴിഞ്ഞപ്പോ അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ബഹളമാണ്. കൊച്ചു പറയണത് അമ്മ ശരിയല്ല, അതുകൊണ്ടാണ് കൊച്ച് എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞായിപ്പോയ, ഇനി കഷ്ടപ്പെട്ട് വളരണ്ടേ, ഇനി എന്തോരം കാലം ഭക്ഷണം കഴിച്ച് വളർന്നു വലുതായി വരാൻ പറ്റും. ഞാനത് സന്ദർഭവശാലും ഓർത്തപ്പോ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അവൻ വലിയവനായിരിക്കും എന്ന് പറയുമ്പോൾ ആ വലിപ്പം നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതാണ്. ബൈബിളിൽ 2 പേരെ കുറിച്ചാണ് വലിയവനായിരിക്കും എന്ന് പറയും സുവിശേഷങ്ങളിൽ. ഒന്ന് യേശുവിനെ കുറിച്ച്, ഒന്ന് യോഹന്നാനെ കുറിച്ച്. യോഹന്നാൻ വലിയവനാണ്, യേശു വലിയവനാണ്. പക്ഷെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. ഈ വലിപ്പം, യേശുവിന്റെ വലിപ്പം പരമോന്നതമായ വലിപ്പമാണ്. യോഹന്നാന്റെ വലിപ്പം മാനവികതയുടെ വലിപ്പമാണ്. അത് എന്ന് വെച്ചാല് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയവൻ എന്നുള്ള അർത്ഥത്തില്ല. യേശുവിന്റെ വലിപ്പം മനുഷ്യരിൽ വെച്ചല്ല, മനുഷ്യനേക്കാൾ വലിയവൻ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ വലിപ്പം നമ്മൾ ഒന്ന് ധ്യാനിക്കേണ്ടതാണ്. അപ്പോൾ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ എന്ന വാക്ക്
ഹുപ്സിസ്റ്റോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഹുപ്സിസ്റ്റോസ് എന്ന് വെച്ചാൽ കഴിഞ്ഞാല് ആ വാക്കിന് ലൂക്കയുടെ സുവിശേഷത്തില് വളരെ പ്രാധാന്യമുണ്ട്. ഈ അത്യുന്നതൻ എന്ന വാക്ക് ലൂക്കയ്ക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു വാക്കാണ്. ലൂക്കയുടെ സുവിശേഷത്തിൽ 7 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ അത്യുന്നതൻ എന്ന വാക്ക്. അതേസമയം മറ്റ് എല്ലാ പുതിയ നിയമഗ്രന്ഥങ്ങളിലും കൂടി ആകെ 6 പ്രാവശ്യം അത്യുന്നതൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി യേശു എന്ന പേര്, അതിനെയും നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നുള്ളതാണ്, രക്ഷകനായ ദൈവം എന്നുള്ള. അപ്പോ യേശു 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 എന്ന നാമം ഈ പ്രപഞ്ചത്തിലെ രക്ഷയുടെ നാമമാണ് എന്ന് സുവിശേഷ പണ്ഡിതന്മാരൊക്കെ വിശേഷിപ്പിക്കുന്നതും ആത്മീയ പിതാക്കന്മാര് നമ്മളോട് പഠിപ്പിക്കുന്നതും കാരണം ഇതാണ്, രക്ഷകനാണ് യേശു എന്നുള്ളതാണ്. അപ്പൊ യേശു എന്ന നാമം ഉച്ചരിക്കുമ്പോൾ രക്ഷകനായ ദൈവത്തെയാണ് ഞാൻ വിളിക്കുന്നത് എന്നർത്ഥം. എന്റെ രക്ഷകനെ, ലോകത്തിന്റെ രക്ഷകനെ, എന്റെ കുടുംബത്തിന്റെ രക്ഷകനെ, എന്റെ സഭയുടെ രക്ഷകനെ, എന്റെ നാടിന്റെ രക്ഷകനെ ഒക്കെയാണ് ഞാൻ വിളിക്കുക. യേശു എന്ന നാമം വിളിക്കുമ്പോൾ രക്ഷകനെയാണ് ഞാൻ വിളിക്കുന്നത് എന്നർത്ഥം. ഇനി അവൻ എന്നേക്കും രാജാവായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവായ ദൈവത്തിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നൊക്കെയാണ് അവിടെ പറഞ്ഞു വെക്കുക. ഈ വചനം നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ 4 കാര്യങ്ങള്, 4 സത്യങ്ങള് ലൂക്കാസ് സുവിശേഷനോട് അവതരിപ്പിക്കുന്നു. നീ ഒരു മകനെ പ്രസവിക്കും എന്ന് വെച്ചാല് ഇതാ ആ മനുഷ്യൻ. ലൂക്ക പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവാണ് ആ മനുഷ്യൻ എന്ന് രക്ഷകനായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ആ മനുഷ്യൻ, ഇതാ മനുഷ്യൻ എന്ന് പറയാതെ പറയുന്ന വാക്കാണ്. രണ്ടാമതായിട്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞാല് ഇതാ ആ ദാസൻ, ദൈവത്തിന്റെ ദാസനെ ഈ ലൂക്കാസ് സുവിശേഷം അവതരിപ്പിക്കുകയാണ്. ഇതാ ആ ദാസൻ, ഇതാ എന്റെ ദാസൻ. ഇതാ എന്റെ ദാസൻ എന്നുള്ളത് പ്രയോഗം ലൂക്കാസ് സുവിശേഷകൻ ഗണ്യമായി അവതരിപ്പിക്കുന്നതാണ്. നീ അവനെ യേശു എന്ന് പേരിടണം. മൂന്നാമതായിട്ട് അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന തത്വമായ ഇതാ നിന്റെ ദൈവം എന്നുള്ള സങ്കല്പമാണ് ലൂക്കാസ് സുവിശേഷകൻ അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുന്ന വാക്കിലൂടെ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ ഇതാ നിന്റെ ദൈവം എന്ന് പറയുന്ന അതേ ആശയം തന്നെയാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് സാരം. മത്തായി സുവിശേഷകൻ ഇതാ നിന്റെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ആ അവതരണ രീതിയാണ് ലൂക്കാസ് സുവിശേഷകൻ ഇവിടെ അവൻ എന്നേക്കും രാജാവായിരിക്കും എന്ന പദപ്രയോഗം ഇതിലൂടെ ഉദ്ദേശിക്കുക. അപ്പോൾ ഈ ഒരു വചനഭാഗം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ അമ്മയുമായി ഈ ഒരു യേശുവിന്റെ ബാന്ധവങ്ങളെ വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. മറിയത്തിന്റെ ഈ ഭാവങ്ങളെ നമ്മൾ സ്വന്തമാക്കേണ്ടതുണ്ട്. അത്തരത്തില് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമയമായതുകൊണ്ട് നിർത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മയെ സ്വരൂപിക്കാനായിട്ട്, അമ്മയുടെ മക്കളായിട്ട് ഒരുമിച്ച് കൂടാനായിട്ട്, അമ്മയുടെ ഈ കുടുംബത്തിൽ ഒരുമിച്ച് കൂടാനായിട്ട് ഞങ്ങൾക്ക് അവസരവും സാഹചര്യവും ഒരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ. സ്തുതികൾ അർപ്പിക്കുന്ന ദൈവമേ, സ്വസ്ത്രങ്ങൾ അർപ്പിക്കുന്ന ദൈവമേ. യേശുവെ, നാളിതുവരെ ഞങ്ങൾ വഴി നടത്തിയതിനെ ഓർത്ത്, പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിയുടെ കാപ്പയ്ക്കുള്ളിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കുരിശിൻ ചുവട്ടിൽ വെച്ച് യോഹന്നാനെ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചതുപോലെ ഞങ്ങളെയും പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചതിനെ ഓർത്ത്, ഈ കൂട്ടായ്മ വളർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന ദൈവം. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഓർത്ത്, ഇതിനെ സഹായിക്കുന്നവരെ ഓർത്ത്, ഇതില് ശുശ്രൂഷകൾ ചെയ്യുന്നവരെ ഓർത്ത്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒട്ടേറെ വിശ്വാസികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദികൾ അർപ്പിക്കുന്നു, സ്തുതികൾ അർപ്പിക്കുന്നു. ഈ പരിപാടി വഴിയായിട്ട്, ഈ ശുശ്രൂഷ വഴിയായിട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇത് ശ്രവിക്കുന്ന അനേകം പേരിലേക്കും നിന്റെ കൃപകൾ വർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ
അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് മാതാവായി നൽകിയതിനെ ഓർത്ത്, ഞങ്ങൾക്ക് ജപമാലയിലൂടെ പരിശുദ്ധ അമ്മയുമായി ഒരു പൊക്കിൾക്കൊടി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. നല്ല ദൈവമേ, പരിശുദ്ധ അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിൽ ജീവിക്കാൻ, ആ അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തെ വിച്ഛേദിക്കാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ, ഞങ്ങളുടെ ആത്മീയ സന്നിഗ്ധാവസ്ഥയിൽ, ഞങ്ങളുടെ പാപകരമായ സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ പ്രലോഭന സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ ദുശീലങ്ങളിൽ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ, ഞങ്ങളുടെ ഉപേക്ഷകളിൽ, ഞങ്ങളുടെ ഏതൊരു തിന്മയുടെ ഭാവങ്ങളിൽ, ഞങ്ങളുടെ വികാരത്തിന്റെ തിമർപ്പില് ഒക്കെ ഈ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ അതിനെയൊക്കെ പരിഹരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ ഞങ്ങളും പരിശുദ്ധ അമ്മയുമായി ഒരൊറ്റ ശരീരത്തിന് എന്ന കണക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക്, ഞങ്ങളുടെ ആത്മാവിലേക്ക്, ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ മനസ്സിലേക്ക്, ഞങ്ങളുടെ സമസ്ത മേഖലകളിലേക്കും, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും, ഞങ്ങളുടെ വ്യാപരിക്കുന്ന സമസ്ത മേഖലകളിലേക്കും നിന്റെ കൃപകൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങളുടെ ഈ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ, ജപമാല ചൊല്ലലിലൂടെ പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധം നിലനിർത്താനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളെയും നീ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.